ഹലോ, ഇറ്റ്സ് മീ എൽസ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെയാണ് ബെഡ്റൂമിൻ്റെ ബർത്ത്ഡേ. അപ്പം ഇന്ന് എനിക്ക് അവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഈ മന്ത് ലാസ്റ്റ് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റിൽ എനിക്ക് ഇന്ന് എന്തായാലും കുഞ്ഞു ഷോപ്പിങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ബെഡ്റൂമിൻ്റെ ബർത്ത്ഡേക്ക് ഉള്ളതും കൂടി ഇന്ന് ഷോപ്പ് ചെയ്യാം. അപ്പോൾ most probably this vlog will be Bedru's birthday vlog. നമുക്ക് റെഡിയാവാം. കുളി കഴിഞ്ഞ് ഇറങ്ങിച്ചുള്ളൂ. ഞാൻ കുളിച്ചു. ആക്ച്വലി ഇപ്പോൾ സമയം 4 o'clock ആയി, ഈവനിങ്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ഇനി നമുക്ക് ഷോപ്പ് ചെയ്യാൻ പോകാം. പെർഫ്യൂം ഒക്കെ ബുക്കാരത്താണ്. ഇതാണ് എൻ്റെ ഒരു ഡെയിലി യൂസ് പെർഫ്യൂം. ഇതാണ്. റെഡി ആവലൊക്കെ കഴിഞ്ഞു, സെറ്റായില്ലേ? നമ്മളിനി പോവാം. ഇന്ന് കുളി കഴിഞ്ഞു, അതുകൊണ്ട് മുടി ഒരു ഓക്കെ സാരില്ല, കുഞ്ഞൊരു ഷോപ്പിംഗ് ആണ്. നമ്മുടെ പ്ലാനിലൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇന്ന് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കാവ്യയുടെ അടുത്ത് പോകും. കാവ്യയ്ക്ക് പനിയായിരുന്നു, ലൈക്ക് വൈറൽ ഫീവർ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഇത് കഴിഞ്ഞിട്ട് അവളെ കാണാൻ പോവാം. ബൈ, സീ യു ദെൻ. ആക്ച്വലി നമ്മുടെ ക്യാബ് താഴെ വന്നിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ഇസ്താംബുൾ. എന്നിട്ട് അവിടെ നിന്ന് ബെഡ്റൂമിന് ഡ്രസ്സ് വാങ്ങിക്കണം. പിന്നെ കുഞ്ഞൊരു ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാവ്യയുടെ അടുത്ത് പോകണം. ഇതൊരു പെട്ടെന്നുള്ളൊരു ഇതായിരുന്നു കാവ്യയുടെ അടുത്ത് പോകാൻ. അപ്പം കാവ്യയുടെ അടുത്തും കൂടി പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി ഓവർ. ആക്ച്വലി നമുക്ക് 5 days ക്ലാസ് ഉണ്ടാവും. എല്ലാ വീക്കും 5 days ക്ലാസ് ഉണ്ടാവും. എൻ്റെ 5 days ക്ലാസ് എന്ന് പറയുന്നത് മൺഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ. എനിക്ക് ട്യൂസ്ഡേയും വെനസ്ഡേയും ക്ലാസ് ഇല്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം വെനസ്ഡേ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫുള്ളി കിടന്നുറങ്ങി എണീച്ചു ഷോപ്പിംഗ് പോകണം. അത് കഴിഞ്ഞ് കാവ്യ എടുത്ത് പോകും. നമ്മൾ ഫുഡ് കഴിച്ചു. എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ഇസ്താംബുൾ മോളിലേക്ക് പോവാണ്. ആക്ച്വലി ഇസ്താംബുൾ മോൾ ഇസ് ഇൻ സേർത്തലി. എനിക്ക് ഇവിടെ ബാക്കി സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് സേർത്തലി വലിയ ഇഷ്ടമല്ല. എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് സേർത്തലിയുടെ അടുത്ത് വലിയ താല്പര്യമില്ല. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പോകും. നമ്മൾ മെക്ഡിനാട്ടോ ഫുഡ് കഴിച്ച് 2 പൊമാരലോ ചീസ് ബർഗേഴ്സ് അങ്ങനെയാണ് കഴിച്ചത്. ഇവിടെ ഇനിയിപ്പോൾ ഈ സ്ട്രീറ്റ് നേരെ നടക്കണം, കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ മെക്ഡിയിലോട്ടായിരുന്നു ക്യാബ് ഇട്ടുണ്ടായിരുന്നു. അപ്പം മെക്ഡിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാം. ഇസ്താംബുൾ മാളിൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കണം. എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാവ്യയുടെ അടുത്ത് പോകണം. ഹലോ, ഞാൻ ഇന്നലെ ഇസ്താംബുൾ മോൾ പോയിട്ട് ഒന്നും നടന്നില്ല, ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല വിചാരിച്ച പോലെ. സോ ഞാനിന്ന് ക്ലാസ് കഴിഞ്ഞ് നേരെ നല്ല ടയർഡാണ്, ഫേസൊക്കെ കണ്ടില്ല. ക്ലാസ് കഴിഞ്ഞ് നേരെ ടെർണോവയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇസ്താംബുൾ മോള് കച്ചറ ഡ്രസ്സ്, ഭയങ്കര ഷിറ്റി ക്ലോത്ത്സ് അങ്ങനെ തന്നെ പറയാം. എന്നിട്ട് നമ്മൾ വന്ന് അവിടെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. നേരെ എന്നിട്ട് ഇപ്പോൾ മർജാനിലാണ്. മർജാനിൽ നിന്ന് ടെർണോവയിൽ പോയി കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കണം.
നല്ല ലേറ്റായി. എന്നിപ്പോൾ ബസ് അടിച്ചേനെ ഗൈസ്. കടയിൽ എന്തെങ്കിലും വാങ്ങിക്കണം. നേരെ ഇസാനി പോകണം. ഇസാനിയിലാണ് അവരെ ഹോസ്റ്റല്. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് കച്ചറയായിട്ടിരിക്കണേ. പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരെ ടെർണോയിൽ പോയി ഡ്രസ്സ് എടുക്കുന്നു. ഡ്രസ്സ് എടുത്തിട്ട് നേരെ പോവാം. നേരെ അവരുടെ ബർത്ത്ഡേക്ക് പോവാം. അവിടെ എനിക്കറിയില്ല എന്താ പ്ലാൻ ചെയ്തേക്കണമെന്ന് എനിക്കറിയില്ല. ഞാനപ്പോൾ ഇവിടുത്തെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് നിയമനെ വിളിക്കും. അതാണ് ഇന്നത്തെ പ്ലാൻ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോവാം. ആക്ച്വലി എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പോലത്തെ ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാതെ ബർത്ത്ഡേക്ക് പോകാൻ പറ്റില്ല എനിക്കെന്താ പോലെ. സോ ഞാൻ വിചാരിച്ചു ഇപ്പം ഇത് അവൾക്ക് കൊടുക്കാം. പിന്നെ ഒരു ദിവസം വന്നാൽ അവളുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നേരെ മെട്രോ കയറണം. മെട്രോ കയറി നേരെ വിട്ട് പോകാം. അവളുടെ ഹോസ്റ്റലിലേക്ക് പോകണേ. ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ മലയാളികൾ നമ്മൾ നേരെ ഹോസ്റ്റലിൽ പോകും. ഹോസ്റ്റലിൽ പോയിട്ട് ടിക്കറ്റിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ടൈം എപ്പോഴാണെന്ന് അറിയില്ല. ഒന്നും അറിയില്ല. അല്ല ഇവിടെ നിന്ന് പോകണം. ഓൾറെഡി 7:30 ആയി ടൈം. എൻ്റെ അടുത്ത് കേക്ക് കട്ടിങ് ടൈം പറഞ്ഞത് 9 ആണ്. ലേറ്റാണ്. അപ്പോൾ പോകണം. പേപ്പേഴ്സ് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേക്ക് ഷോപ്പിൽ വന്നത്. അപ്പം എനിക്ക് ഈ കേക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ പോവാം. അതിൻ്റെ കൂടെ പേപ്പർ വാങ്ങിക്കണം. മെട്രോ വന്നു ഗൈസ്. ഹോസ്റ്റലെത്തി. എനിക്കറിയില്ല എന്താ പ്ലാനെന്ന്. എന്തായാലും ഇപ്പം ഞാൻ കയറും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ച് ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മെട്രോ എന്തോ അതെ. അയ്യോ മതി. ഇതും പിടിച്ചോ. ലവായി ഫോട്ടോയിൽ എന്ത് കാണിച്ചാലും ഒരു ഭംഗിയില്ല ബെറ്റർ കാണാൻ. പേടിക്കണ്ട. അയ്യോ ആക്ച്വലി തോട്ട് അവളുടെ അടുത്ത് പറയാണ്ടൊക്കെ പോവാന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. എന്തൊക്കെയൊക്കെയോ നടക്കണ്ട് ഗൈസ്. ബെഡ്റൂമിന് ബർത്ത്ഡേ ആയിട്ട് വണ്ടി അടിച്ച് മെച്ചാനൊക്കെ വണ്ടിയില് നേരെ വണ്ടി പിടിച്ചോന്ന് പറഞ്ഞായിരുന്നു. എന്ത് ശരിക്കും ബെറ്ററിനൊരു പെടുത്തുണ്ടായില്ല ഗൈസ്.
ബെട്രൂന്റെ കല്യാണം 21. അവൾ 2001 അല്ലേ? 2003 സോറി. നമ്മള് ഏത് പൊട്ടത്തി പറഞ്ഞെങ്കിൽ മണ്ടാണ് സർപ്രൈസ് മണ്ടയാണ് കേക്ക് കെട്ടേണെന്ന് പറഞ്ഞപ്പോ തന്നെ ഒരാളുടെ നെഞ്ച് പൊട്ടി. എന്റെ ബർത്ത്ഡേക്ക് ആരും കേക്ക് മുറിക്കണുള്ളൊരു സാധനമായി. നെയ്മില്ലല്ലോ. നെയ്മ് അപ്പൊ തന്നെ എനിക്ക് നാളെ കേക്ക് കെട്ടിയാ വരാൻ പറ്റില്ല, ബിക്കോസ് എനിക്ക് നാളെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ എക്സാമാ, എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ വന്ന് ഗിഫ്റ്റ് കഴിച്ചു ഗൈസ്. അപ്പൊ കേക്ക് ഞാനപ്പോ ഇന്നുകൊണ്ട് കൊടുത്തപ്പോ കേക്ക് ഗിഫ്റ്റ് ഞാൻ കൊണ്ട് കൊടുത്തപ്പോ ഞാൻ പറഞ്ഞു എടി എനിക്ക് നാളെ വരാൻ പറ്റാത്തോണ്ടാണ് ഞാൻ ഇന്ന് വരണേ, കേക്കൊക്കെ കൊടുത്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഞാൻ കുറച്ചു നേരമൊക്കെ ഇവിടെ ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് നിയമ വന്നില്ല, ഒരു 1.5 മണിക്കൂർ നിന്ന്. നാളെ എനിക്ക് പരീക്ഷയുണ്ട്, എന്നിട്ട് ഞാനിവിടെ നിന്ന്. നമ്മുടെ കൂട്ടത്തിൽ വേറൊരാളും കൂടി ഉണ്ട്, കാവ്യ പങ്കജിന് പനിയാണ്, അതുകൊണ്ട് കാവ്യ വന്നില്ല. എല്ലാവർക്കും മടിയാണ്, അതുകൊണ്ട് അവള് വരാൻ. നമ്മള് കാണണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണുണ്ട്, എല്ലാ പ്ലാനും ചെയ്യും. നമുക്ക് ഇവിടെ പോവാം, നമ്മളൊരിടത്തും പോണില്ല, അത് ചെയ്യണല്ലോ ഇത് ചെയ്യണല്ലോ എന്നൊക്കെ പറയും. വിളിച്ചിട്ട് കാവ്യ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ അവളപ്പ പറയും നമുക്ക് ഇന്ന് പോണോ, ഇന്ന് നമ്മ പോയാ ഇന്ന് വെയിലത്ത് വരുമ്പോ നാളെ മഴയാവും. നല്ല രസല്ലേ? എല്ലാവരും ബെറ്ററിന് ഗിഫ്റ്റ് കൊടുത്തേക്കണത് ബ്ലാക്കും ആണ്, ടെർനോവയാണ്. ഇൻട്രോവേർട്ട്. അവളുടെ 256 GB ഉള്ള ഫോൺ ഇല്ല, അതിനകത്ത് ഫോട്ടോ നിറഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, ഇന്നത്തോടെ ഇതോടെ വ്ലോഗ് കഴിയാണ്. ബെട്രു ഈസ് ഹാപ്പി ഐ ഗെസ്. അവളിപ്പോ വീട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ കോൾസ് വന്നിട്ട് അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലവ് ഇട്ടു അവള് ലവ് ഇട്ടു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ വെക്കണം. അവള് ലവ് ഇട്ടു. ബൈ ഗായ്സ്, ബൈ. അയ്യോ ബൈ.